ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ 10 AI ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ. തോട്ടിൽ മാലിന്യം തള്ളുന്നതായി മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയവർക്ക് നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാലിന്യം തള്ളിയ 12 പേർക്കെതിരെ കേസുമെടുത്തു. ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ സമർപ്പിച്ചിട്ടുള്ള ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറയും. ആര്യ, ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇപ്പോഴും മാലിന്യങ്ങൾ തള്ളുന്നത് തുടരുന്നു എന്നതാണ്. അതായത് ഈ ദുരന്തത്തിന് ശേഷവും അവിടെ മാലിന്യങ്ങൾ തള്ളുന്നത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ, അതായത് കഴിഞ്ഞ 18-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തന്നെ 12 പേർക്കെതിരെ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളിയതിന് കേസെടുത്തിരിക്കുന്നു. 1.5 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. അവർക്കെതിരെ മറ്റ് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നുവെന്ന് കോർപ്പറേഷൻ ഹൈക്കോടതിയെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാലിന്യം തള്ളുന്നവരെ കുറിച്ചൊരു റിപ്പോർട്ട് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവർക്ക് നോട്ടീസ് കൈമാറി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി കോർപ്പറേഷൻ വ്യക്തമാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ എത്രമാത്രം മാലിന്യം കഴിഞ്ഞ ഒരു 8 മാസത്തിനിടയിൽ നീക്കം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എന്ന കാര്യം കൂടി കോർപ്പറേഷൻ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 75,000-ഓളം കിലോ മാലിന്യങ്ങളാണ് പല മേഖലകളിൽ നിന്നായി മാറ്റിയതായി കോർപ്പറേഷൻ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അവിടെ മാലിന്യങ്ങൾ ഇനി തള്ളുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അത് പൂർണ്ണമായും തടയുന്നതിന് വേണ്ടി AI ക്യാമറ സംവിധാനം അടക്കം സ്ഥാപിക്കാൻ പോവുകയാണ് എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. 10 AI ക്യാമറകൾ അവിടെ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ ക്രമീകരണങ്ങൾ വരുന്നു. ഡേ നൈറ്റ് ആയിട്ടുള്ള സർവൈലൻസ് സിസ്റ്റം അവിടെ ഇപ്പോഴുണ്ട് എന്ന കാര്യം കൂടി കോർപ്പറേഷൻ ഹൈക്കോടതിയെ അറിയിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. ശരി ബിനിൽ.